അപ്പൊ ഷിനു പ്രിലിംസ് സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ടെസ്റ്റ് ഒക്കെ നന്നായിട്ട് പോകുന്നു. പിന്നെ അതുപോലെ തന്നെ ട്രിവാൻഡ്രത്ത് ഓൾമോസ്റ്റ് എല്ലാ അക്കാഡമികളും പ്രിലിംസിന് ടെസ്റ്റ് സീരീസ് കൊടുക്കുന്നുണ്ട്. അപ്പോ അങ്ങനെയുള്ളപ്പോ എന്തുകൊണ്ടാണ് ഗ്യാലന്റിന്റെ പ്രിലിംസ് ടെസ്റ്റ് സീരീസ് ഷിനു ചൂസ് ചെയ്യാൻ കാരണം? ഞാൻ ഓൾറെഡി ഗാലന്റിലാണ് PCM ബാച്ച് ചെയ്യുന്നത്. Okay. അപ്പം നമ്മൾ ടെസ്റ്റ് സീരീസ് സ്റ്റാർട്ട് ചെയ്തത് ഒക്ടോബർ ലാസ്റ്റ് ആയിട്ടാണ്. അപ്പം ടെസ്റ്റ് സീരീസ് തുടങ്ങുക ആ ഒരു സമയമായപ്പോൾ തന്നെ ഞാൻ മറ്റുള്ള ട്രിവാൻഡ്രത്ത് തന്നെയുള്ള മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ ടെസ്റ്റ് സീരീസിനെ കുറിച്ച് അന്വേഷിക്കും. നമ്മൾ അങ്ങനെ ചെയ്യുമല്ലോ. അപ്പം ഞാൻ ജസ്റ്റ് അവരുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൂടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓവർലുക്ക് ചെയ്തു. അപ്പം ഞാൻ നോക്കിയപ്പം എനിക്ക് മനസ്സിലായത് ഗാലന്റിലെ ടെസ്റ്റ് സീരീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒറിജിനൽ പ്രിലിംസ് എക്സാമുമായിട്ട് നല്ല രീതിയിൽ ലിങ്ക്ഡ് ആണ്. അപ്പം ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ ആ കോണ്ടന്റ് വരുന്ന ക്വസ്റ്റ്യൻസ് അവർ റിപ്പീറ്റഡ്ലി ചോദിക്കുന്നൊക്കെ ഉണ്ട്. സോ ദാറ്റ് ഐ തിങ്ക് ഇത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും എന്ന് എനിക്ക് തോന്നി. പിന്നെ നമ്മുടെ ഓരോ ടെസ്റ്റ് കഴിയുമ്പോഴും ഒരു റാപ്പിഡ് അനാലിസിസ് പ്രോഗ്രാമിന്റെ കാർഡ് നിങ്ങളോട് ഫില്ല് ചെയ്യിക്കുന്നുണ്ട്. അപ്പം ആ ഒരു പ്രോസസ്സൂടെ കടന്നു പോകുമ്പോൾ എങ്ങനെ അത് ഫിലിംസിന്റെ പ്രിപ്പറേഷനെയും ഫിലിംസ് ആസ് എ ഹോൾ എക്സാം ക്രാക്ക് ചെയ്യുന്നതിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഓക്കെ, അപ്പം ഓരോ ടെസ്റ്റ് സീരീസ് കഴിഞ്ഞാലും അപ്പം സാർ പറഞ്ഞ പോലെ ഒരു റാപ്പ് കാർഡ് നമുക്ക് തരുന്നുണ്ട്. ഈ റാപ്പ് കാർഡിൽ അവർ നമുക്കറിയാം 100 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഈ 100 ക്വസ്റ്റ്യൻസിലുള്ള 100 ടോപ്പിക്സും ഓരോന്ന് വിധം ഡിഫറൻഷിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കൂടാതെ അവർ അതിൻ്റെ സൈഡിൽ നമ്മളോട് അതായത് ഡിഫറെൻറ്റ് കോളംസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്തോ ഓർ യു ഡിഡൻറ്റ് അറ്റൻഡ് അല്ലെങ്കിൽ റൈറ്റ് ഓർ റോങ് അങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പം എങ്ങനെ ആണെങ്കിലും അത് ശരിയായാലും തെറ്റായാലും നമ്മുടെ ലോജിക്കൽ റീസണിങ് വഴിയാണോ ഓർ നമ്മുടെ കോൺസെപ്റ്റ് റൈറ്റ് ആക്കുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ റൈറ്റ് ആക്കി അല്ലെങ്കിൽ തെറ്റിച്ചാൽ എങ്ങനെ തെറ്റിച്ചു. ഓക്കെ, അതായത് ലോജിക്കൽ റീസണിങ് വഴി ഓറൽസ് നമ്മുടെ കോൺസെപ്റ്റൽ ക്ലാരിറ്റി വഴിയാണ് അങ്ങനെയുള്ള ഇത് ചോദിക്കുന്നുണ്ട്. അപ്പം നമുക്ക് തന്നെ മനസ്സിലാവും. അപ്പം ഒരു ടോപ്പിക്ക് നമ്മൾ തീരെ ഫെമിലിയർ അല്ലെങ്കിൽ ഓക്കെ നമുക്കിത് അറിയില്ല, അതിന് ശേഷം നമുക്കൊരു മെന്റർഷിപ്പും വരുന്നുണ്ട്. സോ ദാറ്റ് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ റാപ്പ് കാർഡും മെന്റർഷിപ്പും. അപ്പോൾ ഇപ്പം ഈ റാപ്പ് കാർഡ് ഫില്ല് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കിയപ്പോൾ ഇൻകേസ് നിങ്ങൾക്ക് ഒരു കണ്ടന്റ് ഇല്ലാത്ത ചോദ്യം നിങ്ങൾ അത് ശരിയാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലോജിക് പാറ്റേൺ തിങ്കിങ് പാറ്റേൺ പ്രോപ്പർ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞ മെന്റർഷിപ്പിന്റെ കാര്യം ഉണ്ടല്ലോ. അപ്പൊ ഈ മെന്റർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രൂഷ്യലാണ്. അതിപ്പോ പ്രിലിംസിനാണെങ്കിലും മെയിൻസിനാണെങ്കിലും ഇന്റർവ്യൂവിനാണെങ്കിലും എന്താണെങ്കിലും. അപ്പൊ ഈ എക്സാമിന് ശേഷം വരുന്ന മെന്റർഷിപ്പ് ഷിനുവിനെ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? മെന്റർഷിപ്പ് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം എങ്ങനെയായാലും ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. അപ്പം അങ്ങനെയുള്ള ഒരാൾക്ക് ഒരു പക്ഷേ ടെസ്റ്റ് സീരീസ് എടുക്കുമ്പോൾ ആദ്യം ലോ മാർക്സ് ആണ് കിട്ടുക. അപ്പം ആദ്യത്തെ ടെസ്റ്റ് കഴിഞ്ഞ് നമ്മുടെ മെന്ററിനെ അപ്രോച്ച് ചെയ്യുമ്പം ഇനി എങ്ങനെ അടുത്ത ടെസ്റ്റ് അപ്രോച്ച് ചെയ്യണം എന്നുള്ള ഒരു ഗൈഡൻസ് തരും. സോ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മെന്റർഷിപ്പ് ഈ പറഞ്ഞ പോലെ റാപ്പിഡ് കാർഡും മെന്റർഷിപ്പും ഒക്കെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതെ, അപ്പം കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ അടുത്ത എക്സാമിന് എത്ര ക്വസ്റ്റ്യൻസിന്റെ നമ്പർ ഇൻക്രീസ് ചെയ്യണം, അതും അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പം തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ ഹ്യൂമൻ എറേഴ്സ് വഴി തെറ്റിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് മെന്റർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ ഷിനു, അപ്പം ഷിനു താങ്ക്സ് ഫോർ ദ ഫീഡ്ബാക്ക്. അപ്പോൾ ടെസ്റ്റുകൾ നന്നായിട്ട് എഴുതാം. ഓക്കെ, താങ്ക് യു സർ.